കേന്ദ്ര നയങ്ങൾക്കെതിരെ വിമർശനമുയർത്തിയാണ് ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം തുടങ്ങിയത്. പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാതെ സ്വയം പര്യാപ്തമാകാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ധനമന്ത്രി ഉറപ്പു നൽകി. കേരളത്തിന്റെ വളർച്ചയ്ക്ക് വിഴിഞ്ഞം പദ്ധതി മുതൽക്കൂട്ടാകുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സർ, കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിന് തയ്യാറാകണമെന്ന ആഹ്വാനത്തോടു കൂടിയാണ് 2024 ബജറ്റ് അവതരണത്തിലേക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കടന്നത്. കടുത്ത വിവേചനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് പ്രതിപക്ഷം പോലും സമ്മതിച്ചു കഴിഞ്ഞതാണെന്നും മന്ത്രി പറഞ്ഞു. റെയിൽവേ വികസനത്തിൽ പോലും കേരളത്തിനെ തഴഞ്ഞു. ഇത് പൊതുഗതാഗതത്തിനെയും ചരക്കു നീക്കത്തിനെയും ബാധിച്ച സാഹചര്യത്തിൽ കെ-റെയിൽ പദ്ധതിക്ക് വേണ്ടിയുള്ള ശ്രമം തുടരുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വളർച്ചയ്ക്കൊപ്പം റെയിൽവേക്ക് ഓടിയെത്താനാകുന്നില്ല. നിലവിലുള്ള റെയിൽ പാളങ്ങളുടെ നവീകരണവും വളവ് നിറക്കലും ഡബിൾ ലൈനിങ്ങും പൂർത്തിയാകുന്നതോടൊപ്പം പുതിയ ഹൈസ്പീഡ് പാത കൂടി കൊണ്ടുവരേണ്ടത് മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ്. സർ, അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കെ-റെയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ്. എന്നാൽ കെ-റെയിൽ പദ്ധതിക്കായി തുക വകകൊള്ളിച്ചിട്ടില്ല. വിഴിഞ്ഞം പദ്ധതി വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് പറഞ്ഞ ധനമന്ത്രി കേന്ദ്ര അവഗണന നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്ത് എത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബജറ്റ് തുടർന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.